അപകടത്തിൽ മരിച്ച മത്തായി ഈപ്പന്റെ വീടാണിത്. നിഖിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ വീടാണ്. കഴിഞ്ഞ മാസം 30-ാം തീയതിയാണ് വിവാഹം കഴിഞ്ഞത്. വർഷങ്ങൾ നീണ്ട ഒരു പ്രണയത്തിന് ശേഷം ഒരു പ്രണയ സാഫല്യം. അതിനുശേഷം ഹണിമൂണായി മലേഷ്യയിലേക്ക് പോയി അവരെ തിരിച്ച് വിളിച്ചുകൊണ്ടുവരാൻ വേണ്ടി അതുപോലെ നിഖിലിന്റെ അച്ഛനും പെൺകുട്ടിയുടെ അച്ഛനും അടക്കമുള്ള ആൾക്കാർ തിരുവനന്തപുരത്തേക്ക് പോയി തിരിച്ച് വരുന്ന വഴിക്കാണ് ഇത്തരത്തിലുള്ള ഒരു അപകടം ഉണ്ടായതും. മുറിഞ്ഞാൽ വെച്ചത് ഇവരെ ഇങ്ങനെ വരുന്ന വഴിക്ക് ആക്സിഡൻ്റായി എന്നുള്ളത് ഞാൻ അറിഞ്ഞുള്ളൂ. ഫോൺ മുഖേന ഞാൻ അറിയുന്നത്. രണ്ട് വീട്ടിലെയും പിന്നെ ഫാദറും മോനും മോളും ഫാദറും മരിച്ചു എന്നാണ് ഇങ്ങനെ അറിഞ്ഞത്. അതായപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരാം. എപ്പോഴാണ് കൊണ്ടുവരുന്നത് അങ്ങനെ വല്ലതും അറിഞ്ഞോ? കൊണ്ടുവരുന്നത് എപ്പോഴാണെന്നൊന്നും അറിഞ്ഞിട്ടില്ല. നവംബർ മാസത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു വിവാഹം കഴിഞ്ഞത്. അതിനുശേഷം അവർ പുറത്തേക്ക് പോയിരിക്കുകയായിരുന്നു. ഈ നിഖിൽ കാനഡയിലാണ് ജോലി ചെയ്യുന്നത്. പ്രദേശവാസികളായിട്ടുള്ള ഒട്ടേറെ ആൾക്കാർ അറിഞ്ഞിട്ടേ ഉള്ളൂ. ഞായറാഴ്ചയാണ്. എൻ്റെ മോനെ ഞങ്ങൾ 5 മണിയായപ്പോഴാണ് വിവരം അറിയുന്നത്. 5:30 ആയപ്പം ഒരാൾ വിളിച്ചു പറഞ്ഞു. അന്നേരം ഞങ്ങൾ ഈ വിവരം അറിയുന്നു. ഞങ്ങളെല്ലാവരും കല്യാണത്തിനുമൊക്കെ പോയവരാ, അയൽവക്കത്തുള്ളവരാ. ആകെപ്പാടെ വിഷമമുണ്ട് എല്ലാവർക്കും. എന്ത് ചെയ്യാനാ? നമ്മൾക്കിപ്പം വിഷമിക്കുമല്ല, നമ്മളെ കൊണ്ട് വല്ലതും ചെയ്യാൻ പറ്റുമോ? അങ്ങനെയൊക്കെ ഇരിക്കുമോ കാര്യങ്ങൾ. അല്ലാതെ ഇപ്പം എന്തോ പറയാനാ? കുറച്ച് ദിവസം മുമ്പാണ് കല്യാണം കഴിഞ്ഞല്ലേ? ഇന്ന് 15 ദിവസമേ ആയിട്ടുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട്. സംഭവിച്ചത് എന്തുവാണെന്നൊന്നും നമുക്ക് കൂടുതൽ അറിയത്തില്ല. ഞാൻ ന്യൂസ് വഴി നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുക. വിഷമങ്ങൾ, എല്ലാവർക്കും വിഷമങ്ങളും കാര്യങ്ങളും. എന്ത് ചെയ്യാൻ പറ്റും? ഈ കുടുംബമായിട്ട് അടുത്തറിയാവുന്ന ആളായിരുന്നു. പിന്നല്ലേ, ഞങ്ങളെല്ലാം അയലോക്കമല്ലേ. അയലോക്കത്തുകാർക്കെല്ലാം പിന്നെ അടുത്തറിയാത്ത നല്ല മനുഷ്യരാ എന്ന് പറഞ്ഞുകൊണ്ടായോ? അല്ലാത്ത ദുഃഖമാണല്ലേ? നല്ല നല്ല വിഷമമുണ്ട്. കല്യാണത്തിനും പോയി നല്ല രീതിയിൽ അയലോക്കത്തുകാരും എല്ലാവരും സഹകരിച്ചിട്ട് ഇങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ വിഷമമില്ലേ? എങ്ങനെയാണ് സംഭവം ഉണ്ടായതെന്നൊന്നും അറിയില്ല. പക്ഷേ വീട്ടുകാരുമായിട്ടൊക്കെ അടുത്ത ബന്ധമുള്ള ആളാണ്. 15 ദിവസം മാത്രമാണ് വിവാഹം കഴിഞ്ഞിട്ട്. ഇപ്പോൾ ഒരു സന്തോഷം കഴിഞ്ഞിട്ടുള്ള ഒരവസ്ഥ. അതിനുശേഷം ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കാൻ വേണ്ടി അവർ കാത്തിരുന്നതാണ്. അങ്ങനെയുള്ളൊരു സമയത്താണ് ഇത്തരത്തിൽ ഒരു വലിയ ദുരന്തം ആ കുടുംബത്തെ തേടിയെത്തിയത്.